ഒന്ന് റീഫ്രഷ് ചെയ്യാൻ സാധിച്ചെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേൾക്കാൻ ഒരാളുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരാളുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പാഠം അതാണ്. കാരണം ഞാൻ പറയുന്ന എന്നെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ എനിക്കിത് വളരെ സന്തോഷമാണ്. ഞാനും അതുപോലെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. മറ്റൊരാളുടെ ഒരു വിഷമങ്ങൾ പറയുമോ, അല്ലെങ്കിൽ വിഷമമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമുക്കത് പ്രകടിപ്പിക്കുന്ന സമയത്ത് അവരെ കേൾക്കാനും അവരെ ഉൾക്കൊള്ളാനും നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ധാരാളം കൂട്ടുകാരുണ്ടാവും, അല്ലെങ്കിൽ ധാരാളം നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും. വളരെ കറക്റ്റാണ് മഞ്ജു, അതേ മഞ്ജു, ശരിയാണെന്ന് പറയുന്നത്. പലർക്കും ജീവിതത്തിൽ പല പല വിഷമങ്ങളും എന്നാണ് ഉദ്ദേശിച്ചത്, വിഷമങ്ങളും ഉണ്ട്. അങ്ങനെ ഒരാളാണ് ഞാനും. അത് ഷാജിയുടെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്തവരായിട്ട് ആരും ഇല്ല. പക്ഷേ അത് ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ കേൾക്കാൻ മനസ്സുള്ള ഒരാളുടെ അടുത്ത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു പക്ഷേ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. അതായത് അങ്ങനെ ചെയ്താൽ കൊള്ളാം, നിന്റെ വിഷമത്തിന് പരിഹാരമായിട്ട് അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ശരിയാകും, അല്ലെ ആക്കാം, അല്ലെ ഞങ്ങളുണ്ട് കൂടെ. അവര് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, പക്ഷേ നിന്റെ വിഷമത്തിൽ ഞാൻ ഉണ്ട് കൂടെ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചിലതൊക്കെ ഉണ്ട്, അത് നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തരാം എന്ന് പറയാനെങ്കിലും ഒരാളുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്.